സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു പേർപ്പിൾ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന സാരിക്ക്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ. സാരിയുടെ ഒരു സ്റ്റൈൽ വരുന്നത് അങ്ങനെയാണ്. അതിൽ ലാവൻഡർ കൂടി വരുന്നുണ്ട്. ലാവൻഡറും പേർപ്പിളും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. ഇതായിരിക്കും കേട്ടോ ഫുൾ. ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിൽ വന്നിട്ട് ചെസ്റ്റ് പോർഷനും മുന്താണി കംപ്ലീറ്റ് ഈ ഒരു വർക്കിൽ തന്നെയായിരിക്കും വരുന്നത് സാരി. ലാവൻഡർ വിത്ത് പേർപ്പിൾ ആ ഒരു പാറ്റേണിലാണ് ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും ഫുൾ സാരി വരിക. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല. നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. കാരണം ഫുൾ ബോഡിയിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരിക്ക്. നോൺ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വിത്തൗട്ട് ബോർഡറിലാണ് സാരി വരുന്നത്. ഫുൾ ബോഡിയും മുന്താണിയും എല്ലാം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും റണ്ണിങ് വരുന്നത്. സെയിം ടോണിൽ തന്നെ, പേർപ്പിൾ ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. പിസ്ത ഗ്രീനിൽ ബോട്ടിൽ ഗ്രീനും പിസ്ത ഗ്രീനുള്ള കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത് ഫുൾ സാരി. ഈ ഒരു ലുക്ക് ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക്. പിസ്ത ഗ്രീനിലുള്ള ഒരു വർക്കും വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് വരുമ്പോൾ ബോട്ടിൽ ഗ്രീനിലാണ് മോട്ടീവ്സ് വരുന്നത്. ഗ്രീനിന്റെ തന്നെ 2 ടോണിലാണ് സാരി വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. ഫുൾ ബോഡി സെയിം സ്റ്റൈൽ, പ്ലെയിൻ ബ്ലൗസ്. പിസ്ത ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് എല്ലാ സാരീസിനെയും ഫാബ്രിക് വരുന്നത്. ഈ സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വയലറ്റ് ബ്ലെൻഡഡ് പേർപ്പിൾ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ല ഷെയ്ഡാണ് എല്ലാ സാരീസും കേട്ടോ. ഇതിലും ഒരു പിങ്ക് വരുന്നുണ്ട്. പിങ്കും പേർപ്പിളും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. വിത്തൗട്ട് ബോർഡർ, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ബ്ലാക്ക് ആണ്. ബ്ലാക്കും ഫുൾ ആ ഒരു ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് നല്ലൊരു ഗ്രേ ആണ് വരുന്നത്. ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഈ ഒരു ലുക്ക് ആയിരിക്കും. ബ്ലാക്കിൽ ഫുൾ ജാൽ പാറ്റേണിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട്. മോട്ടീവ്സ് വരുന്നത് ഗ്രേയിലായിരിക്കും. വിത്തൗട്ട് ബോർഡർ, സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഒരു വൈൻ റെഡ് ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് പീച്ച് ആണ്. ബോഡി കംപ്ലീറ്റ് വൈൻ റെഡിൽ തന്നെ ആയിരിക്കും. ആ ഒരു ജാൽ പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട്. വിത്തൗട്ട് ബോർഡർ, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ടീൽ ഗ്രീൻ ആണ്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ടീൽ ഗ്രീനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിലും ബോട്ടിൽ ഗ്രീനിലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ടീൽ ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ. ഫുൾ ബോഡിയിലും അതേ വർക്ക് തന്നെ വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വൈറ്റ് ആണ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ. വൈറ്റിൽ നല്ലൊരു മൾട്ടി കളറിൽ ഫുൾ ബോഡിയിലും കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് സാരി വരുന്നത്. ഒരു സെമി ക്രേപ്പ് സിൽക്കിനെല്ലാം ആ ഒരു ഫാബ്രിക്കിലാണ് സാരി വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഫുൾ ബോഡിയിലും നല്ല പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ലാവൻഡർ, പേസ്റ്റൽ, ഒരു മസ്റ്റേർഡ് യെല്ലോ, ഒരു എമറാൾഡ് ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ബോഡിയിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. ചെസ്റ്റ് പോർഷന് മുന്താണി കംപ്ലീറ്റ് ഇതേ സ്റ്റൈലിൽ തന്നെ വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ലാവൻഡറും മസ്റ്റേർഡ് യെല്ലോ എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. എമറാൾഡ് ഗ്രീൻ 3 കളറിലാണ് ഫുൾ വർക്ക് വരുന്നത്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് ആ ഒരു വൈറ്റിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. അടുത്ത സാരി സെമി ഡോള സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു മെറൂൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ. റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ. അതിൽ ഫുൾ ബോഡിയിലും ഫ്ലോറൽ ഡിസൈൻസ്, ഈ ഒരു ലഹരിയ പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. വിത്ത് ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. മുന്താണി അജ്രക് പാറ്റേണിലാണ് സാരിയുടെ പല്ലു വിത്ത് പ്രിന്റഡ് ബ്ലൗസ്. സെയിം ഡിസൈൻ സെയിം തന്നെ വരുന്നത്. നല്ലൊരു പേൾ ക്രീം ആണ് സാരിയുടെ കളർ. പേൾ ക്രീമിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ്. ആ ഒരു ബനാറസി സ്റ്റൈലിലുള്ള സിമ്പിൾ ബോർഡർ, മുന്താണി, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആണ് സാരിയുടെ കളർ. ബ്ലാക്കിലും അതേ സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് സെമി ഡോളയാണ് സാരിയുടെ ഫാബ്രിക്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഷോർട്ട് ലോങ് പാറ്റേണിലുള്ള ബനാറസി സ്റ്റൈൽ ബോർഡർ വിത്ത് ഷോർട്ട് പല്ലു. അജ്രക് പാറ്റേണിൽ തന്നെ സാരിയുടെ മുന്താണി, ബ്ലൗസ് ഒരു ബാന്തിനി ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.